കൂട്ടുകാരെ, നമുക്കിന്ന് ഒരു നമ്മളെ പച്ചക്കറിക്കുള്ള ഒരു വളക്കൂട്ടുണ്ടാക്കണത് എങ്ങനെയെന്ന് ആണ് ഇന്ന് ഞാൻ ഇവിടെ പറയണത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പുതിയ കന്നാസാണ് അത് ഇനി ഇടാൻ പഴയതുണ്ട്. പുതിയതിൽ ഇപ്പം വാങ്ങി റെഡിയാക്കിയൊക്കെ വച്ചേക്കുകയാണ്. അതിൽ നമുക്ക് ഹോളൊക്കെ ഇട്ട് വെച്ചേക്കണം. അതിലിട്ട് തുടങ്ങിയില്ല, പുതിയതായിട്ട് റെഡിയാക്കണതാണ്. അപ്പോൾ അതിങ്ങനെ മുകളിൽ അടപ്പിൽ വെട്ടിയെടുത്തിട്ട് സൈഡിൽ കൂടെ ഒരു പൈപ്പൊക്കെ ഫിറ്റ് ചെയ്യും. അപ്പോഴും നമുക്കതിലാണ് ജൈവ സ്ലറി ഉണ്ടാക്കുന്നതാണ്. അതിൽ നമുക്ക് അടുക്കളയിലുള്ള എല്ലാ മാലിന്യങ്ങളും പച്ചക്കറിയിലതും നമ്മൾ കഴിക്കണതിൻ്റെ ചോറും എല്ലാം വേസ്റ്റ് വരണതെല്ലാം അതിനകത്ത് തട്ടാം. പച്ചക്കറികളും എല്ലാം കൊണ്ടുവന്ന് നമ്മൾ ഇത് ചക്കമുടൽ വരെ അതിനകത്തുണ്ട്. മരിച്ചിനീൻ്റെ തൊലിയും മലക്കറിയും നമ്മളെ മീനിൻ്റെതും ചോറ് മിച്ചം വരണത് എല്ലാം ഞാൻ അതിലിടും. ഇട്ടിട്ടാണ് ഈ ഒരാഴ്ചയിലൊരിക്കൽ ഞാൻ ഇതിൽ നിന്ന് ആ വെള്ളം ഈ പൈപ്പ് തുറന്നാണ് ഞാനത് എടുക്കണത്. ഒരാഴ്ചയിലൊരിക്കൽ ഞാൻ അതെടുക്കുള്ളൂ. ഇതിപ്പം എൻ്റെ കയ്യിലുള്ള ഉള്ളിത്തൊലി, പിന്നെ കത്തിരിക്ക വാടിയത്, പഴം വാടിയതും എല്ലാം മിച്ചം കിടന്ന് ഉണങ്ങി കിടക്കണ എല്ലാ സാധനം വേണ്ടാത്തതെല്ലാം അരിഞ്ഞതിൻ്റെ മിച്ചം എല്ലാം ഞാൻ ഇതിനകത്തിട്ട്. അപ്പം നല്ല വളമാണത്. അതിൻ്റെ മിച്ചം കൊണ്ടുവന്ന് എല്ലാം ഇതുപോലെ തട്ടിയിടുമ്പോൾ അത് ഊറി വരണ വെള്ളമാണ് നമ്മൾ ഒഴിക്കണം. ബാക്കിയുള്ളത് ഉണങ്ങി അതൊരു പൊടി രൂപത്തിലാവും. പിന്നെ ഇത് കുറച്ച് ദിവസം അങ്ങനെ ഇരുന്നിട്ട് പിന്നെ ആ വെള്ളം തീരുമ്പോഴത്തേക്ക് എല്ലാം കുറേ ഭാഗം, മുക്കാൽ ഭാഗം ആകുമ്പോഴത്തേക്ക് ഞാനത് പിന്നെ ഇടൂല. ആ വെള്ളം അത്രയും മാറ്റി അത് അതിനകത്ത് തന്നെ ഇരുന്ന് ഉണങ്ങി റെഡിയാവുമ്പം എടുക്കണത്. എന്നിട്ട് ഈ പൈപ്പ് തുറക്കുമ്പോഴത്തേക്ക് വെള്ളം വരണ എൻ്റെ ജൈവ സ്ലറി വരണത് കണ്ടല്ല. അത് ഈ ഇരിക്കുന്ന ഒരു ബോട്ടിലിൽ ഞാൻ എടുക്കും. ഒരു ബോട്ടിലെടുത്താൽ ആ ഒരു ലിറ്റർ ഒരു കന്നാസ് ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ആ ബക്കറ്റിലത്തേക്ക് ഒരു ബോട്ടിലാണ്. അത് 2 ലിറ്ററിൻ്റെ ഒരു കുപ്പിയാണ് ഞാൻ വെച്ചേക്കുന്നത്. ആ 2 ലിറ്ററിൻ്റെ ഒരു കുപ്പി ജൈവ സ്ലറി എടുത്തിട്ട് അതിൽ ബക്കറ്റ് നിറച്ച് വെള്ളം എടുത്തിട്ടാണ് ഞാൻ എൻ്റെ പച്ചക്കറികൾക്കൊക്കെ ഒഴിക്കുന്നത്. അത് ഒരാഴ്ചയിലൊരിക്കൽ ഞാൻ ഒഴിച്ചു കൊടുക്കും. ഒരാഴ്ചയിലൊരിക്കലാണ് ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നത്. അപ്പം അത് മൊത്തം എടുക്കും. എന്നിട്ട് അടുത്ത് വീണ്ടും ഇട്ട് ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇടും. അങ്ങനെയാണ് ഞാൻ ചെയ്യണത്. ഇത് തുറന്നെടുത്തിട്ട് അടച്ച് വയ്ക്കും. ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഇതിൽ എടുക്കുകയുള്ളൂ. ഇത് സൂപ്പർ വളമാണ്. ഇതിൽ ഒഴിച്ചിട്ട് ബക്കറ്റ് നിറച്ച് വെള്ളം ഒഴിച്ചെടുക്കും. ഇത് നമ്മൾ വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുത്താൽ ഈ രാസവളങ്ങളൊന്നും വേണ്ട. പിന്നെ ഇതിൽ ഞാൻ എൻ്റെ പച്ചക്കറിയൊക്കെ ഒഴിച്ചു കൊടുക്കണത് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് പുളിപ്പിച്ച കഞ്ഞിവെള്ളമോ, പിന്നെ ഞാൻ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെയൊക്കെയാണ് എൻ്റെ പച്ചക്കറികളുടെ വളമെന്ന് പറയണത്. ഇത് നിറച്ചെടുക്കും. പിന്നെ ചാണകം ഒക്കെ ഞാൻ നേരത്തെ അടിവളമായിട്ട് കൊടുത്തിട്ടുണ്ട്. ബക്കറ്റ് നിറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ പാത്രം വെച്ച് നമ്മളെ പച്ചക്കറിയൊക്കെ ഒഴിച്ചു കൊടുക്കാം. തൈയ്യൊക്കെ എൻ്റെ വളം ഇത് കണ്ട നമ്മളെ കാര്യമുളകിൻ്റെ തൈയാണ് നിൽക്കുന്നത്. അതിലൊഴിച്ച് പിന്നെ ഇത് കണ്ട എരിയും മുളകിൻ്റെ തൈ. അതിൻ്റെ പൂവൊന്നും വന്നില്ല. അതിൻ്റെ തഴപ്പ് കണ്ട നല്ല തഴച്ച് നിൽക്കണത്. അത് 2 തൈ വെച്ചപ്പോൾ നിറഞ്ഞു പോയി. തക്കാളിപ്പെട്ടിയിലാണ് നട്ട് വെച്ചേക്കണത്. അതങ്ങ് നിറഞ്ഞു പോയി. പിന്നെ ചീര നമ്മൾ ഗ്രോ ബാഗിൽ ചീര നട്ടിട്ടുണ്ട്. അതിനും ഒഴിക്കണം. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ ചീര നട്ടിരുന്ന് ഈ മുളകിൻ്റെ ഇടയിൽ അതെല്ലാം ഞാൻ എടുത്ത് മാറ്റി. പിന്നെ ഇപ്പോഴും ഞാൻ പ്രത്യേകമാണ് ഗ്രോ ബാഗിൽ ചീര നട്ടിട്ടുണ്ട്. ഇതെൻ്റെ മുരിങ്ങ തൈയാണ്. മുരിങ്ങ, അഗസ്റ്റി, ഇത് കരിയേപ്പിലയുടെ മുട്ടിലാണ് വെച്ചേക്കുന്നത്. അതിനെല്ലാം ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കും. ഇതുപോലെ ചീരത്തൈക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്.
ചീരത്തൈയൊക്കെ നമ്മൾ ഈ വളങ്ങളൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതിനിപ്പോൾ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ചീര വളർന്നിരിക്കണം ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു വളർച്ച നിങ്ങൾക്ക് കാണാം. അത്ര നല്ല വളർച്ചയാണ്. ഇതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. എല്ലാവരും ചെയ്തു നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളും ഇതുപോലെയൊക്കെ നമ്മളെ വീട്ടിലുള്ള വേസ്റ്റുകളെല്ലാം വെളിയിൽ തട്ടി ഇങ്ങനെ വെറുതെ കളയണേക്കാൾ ഇതുപോലെയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. എല്ലാവരും ശ്രമിച്ചു നോക്കണം.